Today we will be discussing about hash functions. നമ്മൾ മെസ്സേജ് ഓതൻറ്റിക്കേഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് അയച്ച മെസ്സേജ് തന്നെയാണ് റിസീവറിൽ എത്തിയത്, അല്ല അതിൽ മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ അതിൽ അപ്ഡേഷനോ അല്ലെങ്കിൽ ഇൻസേർഷൻ ഡിലീഷനോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് എൻഷുർ ചെയ്യുന്ന പ്രോസസ്സിനാണ് മെസ്സേജ് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓതൻറ്റിക്കേഷനുള്ള 3 മെത്തേഡ്സിൽ ഫസ്റ്റ് വൺ മെസ്സേജ് എൻക്രിപ്ഷൻ തന്നെയായിരുന്നു, അല്ലെങ്കിൽ സിഫർ ടെക്സ്റ്റ് നമുക്ക് ഓതൻറ്റിക്കേറ്ററായിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. സെക്കൻഡ് മെത്തേഡായിട്ട് നമ്മൾ മാക്ക് പറഞ്ഞു, മെസ്സേജ് ഓതൻറ്റിക്കേഷൻ കോഡ് മെസ്സേജിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് അത് നമുക്ക് MAC അല്ലെങ്കിൽ മാക് വാല്യൂ ഒതൻറ്റിക്കേറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഈ തേർഡ് ഓപ്ഷനാണ് ഹാഷ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ മാക്ക് പറഞ്ഞ പോലെ തന്നെ ഹാഷ് ഫംഗ്ഷനും ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്. പക്ഷേ മാക്കിൻ്റെ കേസിലാണ് നമുക്ക് 2 ഇൻപുട്ട്സ് നമ്മൾ യൂസ് ചെയ്തിരുന്നു. മെസ്സേജ് മാത്രമല്ല, അഡീഷണൽ ആയിട്ടൊരു സീക്രട്ട് കീയും കൂടി യൂസ് ചെയ്തിരുന്നു. എയും അല്ല സെൻഡറും റിസീവറും ഷെയർ ചെയ്യുന്ന ഒരു സീക്രട്ട് കീ കൂടി. ഇനി ഇവിടെ ഹാഷ് ഫംഗ്ഷൻ്റെ കേസിലാണെങ്കിൽ ആ കീയുടെ ഒരു കേസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് മെസ്സേജ് മാത്രം മതി ഹാഷ് ഫംഗ്ഷനിലേക്കുള്ള ഇൻപുട്ട്. അപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, അതിലേക്ക് എനി ലെങ്ത് ഉള്ള ഒരു മെസ്സേജ് നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാം. സോ ഹാഷ് ഫംഗ്ഷൻ H മാപ്സ് എ വേരിയബിൾ ലെങ്ത് മെസ്സേജ് M. ഏത് ലെങ്ത്തുള്ള മെസ്സേജ് നമുക്ക് അതിൽ ഇൻപുട്ടായിട്ട് കൊടുക്കാം. അത് മാപ്പ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ ഹാഷ് വാല്യൂ എന്ന് പറഞ്ഞൊരു ഫിക്സഡ് ലെങ്ത് ഹാഷ് വാല്യൂ ആയിരിക്കും. അത് നമ്മൾ വേറൊരു പേരും കൂടി പറയും, മെസ്സേജ് ഡൈജസ്റ്റ് എന്ന് പറയും. അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് കാണിച്ചേക്കുന്നത് സ്മോൾ h = ക്യാപിറ്റൽ H of M. ഈ M എന്ന് പറയുന്നത് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്. ക്യാപിറ്റൽ H ഡിനോട്ട്സ് ദ ഹാഷ് ഫംഗ്ഷൻ ആൻഡ് സ്മോൾ h ഡിനോട്ട്സ് ദ ഹാഷ് വാല്യൂ അല്ലെങ്കിൽ മെസ്സേജ് ഡൈജസ്റ്റ്. ഇനി നമ്മൾ സെക്യൂരിറ്റി ആപ്ലിക്കേഷൻസിന് വേണ്ടി ഹാഷ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ പേര് പറയുന്നതാണ് ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫംഗ്ഷൻ. ഇനി ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഹാഷ് ഫംഗ്ഷൻസ് തന്നെയാണ്, പക്ഷേ അഡീഷണൽ ആയിട്ട് 1-2 ക്രൈറ്റീരിയ കൂടി അത് സാറ്റിസ്ഫൈ ചെയ്യണം. അതൊരു അൽഗോരിതം തന്നെയായിരിക്കും. അപ്പോൾ ഈ അൽഗോരിതം ചെയ്യുന്ന എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി കമ്പ്യൂട്ടേഷണലി ഇൻഫീസിബിൾ എന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കണം. എന്തെല്ലാം 2 കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ടു ഫൈൻഡ് എയ്തർ A or B. അപ്പോൾ നമ്മളിലൊരു ഹാഷ് വാല്യൂ കിട്ടിയാൽ അത് ഏത് ഒബ്ജക്റ്റിൻ്റെ ആണെന്ന് തിരിച്ച് മാപ്പ് ചെയ്യാനായിട്ട് എളുപ്പമാവരുത്, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവണം. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഹാഷ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, പക്ഷേ അത് തിരിച്ചുള്ള കമ്പ്യൂട്ടേഷൻ ഒരു ഹാഷ് വാല്യൂവിൽ നിന്ന് അത് ഏത് മെസ്സേജിൻ്റെ ആണ് അല്ലെങ്കിൽ ഏത് ഡേറ്റയുടെ ആണെന്നുള്ളത് തിരിച്ച് മാപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ വേണം നമ്മളതിനെ ഡിഫൈൻ ചെയ്യാൻ. ഇപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ 1-വേ പ്രോപ്പർട്ടി എന്നും പറയും. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി 2 ഒബ്ജക്റ്റ് സെയിം ഹാഷ് റിസൾട്ടിലേക്ക് മാപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കണം. ആ സെയിം ആയിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിക്കാണ് നമ്മൾ കൊളീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൊളീഷൻ ഫ്രീ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഈ 2 പ്രോപ്പർട്ടി 1-വേ പ്രോപ്പർട്ടി ആൻഡ് കൊളീഷൻ ഫ്രീ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം ഒരു ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹാഷ് വാല്യൂവിൽ നിന്ന് നമുക്ക് മെസ്സേജ് അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ തിരിച്ച് മാപ്പ് ചെയ്തെടുക്കാൻ പറ്റരുത്. അതുപോലെ തന്നെ 2 സെയിം ഹാഷ് വാല്യൂയിലേക്ക് മാപ്പ് ചെയ്യുന്ന സിറ്റുവേഷനും ഒഴിവാക്കണം. നമ്മൾ ഹാഷിങ്ങിൻ്റെ പ്രോസസ്സാണ് ഈ ഫിഗറിൽ കാണുന്നത്. നമുക്ക് അയക്കേണ്ട മെസ്സേജാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത്. മെസ്സേജ് ഒരു ഡേറ്റ ബ്ലോക്ക് M. അതിൻ്റെ ലെങ്ത് എത്ര വേണമെങ്കിലും ആവാം. ആ ലെങ്ത്താണ് ഈ L ബിറ്റ്സ് കൊണ്ട് ഡിനോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അയക്കേണ്ട മെസ്സേജിനെ നമ്മൾ പാഡ് ചെയ്യുന്നു. എന്ത് വെച്ചാണ് പാഡ് ചെയ്തേക്കുന്നത്? L വെച്ചാണ് പാഡ് ചെയ്തേക്കുന്നത്. ഈ L എന്ന് പറഞ്ഞാൽ നമുക്ക് അയക്കേണ്ട മെസ്സേജിൻ്റെ ലെങ്ത്. അപ്പോൾ ലെങ്ത് എത്രയാണോ ഇൻ ബിറ്റ്സ്. അപ്പോൾ ഇൻപുട്ടിനെ നമ്മൾ മെസ്സേജ് അതിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടി അപ്പൻഡ് ചെയ്തു, ആ മെസ്സേജിൻ്റെ ലെങ്ത് ഇൻ ബിറ്റ്സും കൂടി നമ്മൾ അപ്പൻഡ് ചെയ്തു. അപ്പോൾ ശരിക്കും ലെങ്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു സെക്യൂരിറ്റി മെഷറായിട്ടാണ്. അപ്പോൾ ഈ പാഡ് ചെയ്ത മെസ്സേജിനെയാണ് പിന്നെ നമ്മൾ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്യൂരിറ്റി മെഷറിൻ്റെ പർപ്പസ്, ഇപ്പോൾ വേറെ ഒരു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേക്കുള്ള ഇതേ ഹാഷ് വാല്യൂ ഉള്ള ഒരു ഓൾട്ടർനേറ്റീവ് മെസ്സേജ് ഒരു അറ്റാക്കറിന് ജനറേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ L എന്ന് പറഞ്ഞൊരു വേരിയബിൾ എന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം മെസ്സേജിൻ്റെ ലെങ്ത് വേരി ചെയ്യുമല്ലോ. അപ്പോൾ ഈ Lൻ്റെ വാല്യൂയും വേരി ചെയ്യും. അപ്പോൾ മെസ്സേജ് മാത്രമല്ല നമ്മൾ ഹാഷിന് വേണ്ടി ഇൻപുട്ടായിട്ട് അപ്ലൈ ചെയ്യുന്നത്. സോ മെസ്സേജ് അപ്പൻഡഡ് വിത്ത് ദ ലെങ്ത്. അപ്പോൾ ആ ഒരു എൻ്റയർ കമ്പോണൻ്റാണ് നമ്മൾ ഹാഷ് ഫംഗ്ഷൻ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ L വേരി ചെയ്യുന്നൊരു കമ്പോണൻ്റ് ആയതുകൊണ്ട് ഒരു അറ്റാക്കറിന് തിരിച്ച് ഈ ഹാഷ് വാല്യൂവിൽ നിന്ന് മെസ്സേജിനെ ജനറേറ്റ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ട് കൂടുതലുണ്ടാവും. സോ ആ സെക്യൂരിറ്റി മെഷറായിട്ടാണ് നമ്മൾ ഈ L എന്ന് പറഞ്ഞൊരു ഫീൽഡ് നമ്മൾ ലാസ്റ്റ് പാഡ് ചെയ്യുന്നത്. സോ ഇൻപുട്ട് ഈസ് പാഡഡ് ടു ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് സം ഫിക്സഡ് ലെങ്ത്. അപ്പോൾ ഈ പാഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ലെങ്ത് ഓഫ് ദ ഒറിജിനൽ മെസ്സേജ് ഇൻ ബിറ്റ്സ്. നമുക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജിൻ്റെ ലെങ്ത് ഇൻ ബിറ്റ്സാണ് നമ്മൾ പാഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാഡഡ് മെസ്സേജ് നമ്മൾ എന്താ അപ്ലൈ ചെയ്യുന്നു? ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു ആൻഡ് ജനറേറ്റിംഗ് ദ ഫിക്സഡ് ലെങ്ത് ഹാഷ് വാല്യൂ. നമ്മൾ മെസ്സേജിൻ്റെ ലെങ്ത് വേരിയബിൾ ലെങ്ത് ആണ്, എത്ര വേണമെങ്കിലും ആവാം. ഇനി ഹാഷ് വാല്യൂവിൻ്റെ ലെങ്ത് ഇറ്റ് വിൽ ബി ഓഫ് ഫിക്സഡ് ലെങ്ത്. ഇനി ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫംഗ്ഷൻ്റെ 3 ആപ്ലിക്കേഷൻസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. മെസ്സേജ് ഓതൻറ്റിക്കേഷന് വേണ്ടി നമുക്ക് ഹാഷ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാം. മെസ്സേജ് ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. ഇറ്റ്സ് എ മെത്തേഡ് ടു വെരിഫൈ ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ മെസ്സേജ്. ഇൻറ്റഗ്രിറ്റി ഇൻ ദ സെൻസ് നമ്മൾ സെൻഡർ അയച്ച മെസ്സേജ് എന്താണോ അത് തന്നെയാണ് റിസീവറിന് കിട്ടിയത്. അപ്പോൾ പോണ വഴിക്ക് യാതൊരു ചേഞ്ചും അതിന് വരുന്നിട്ടില്ല എന്നുള്ളത് എൻഷുർ ചെയ്യുക. അതാണ് മെസ്സേജ് ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ മെസ്സേജ് ഓതൻറ്റിക്കേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് യൂസേജ് മെസ്സേജ് ഓതൻറ്റിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം. ഇനി സെക്കൻഡ് വൺ ഡിജിറ്റൽ സിഗ്നേച്ചർ. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അയച്ച ഡോക്യുമെൻ്റ് അപ്പോൾ ആരാണോ അയച്ചതെന്ന് ക്ലെയിം ചെയ്യുന്നു ആൾ തന്നെയാണ് അയച്ചതെന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ. എ ബിക്ക് ഒരു മെസ്സേജ് അയച്ചു, ഇനി ബിക്ക് ഈ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് എ തന്നെയാണ് അയച്ചതെന്നുള്ളത് ബിക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് സൈനിങ് അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അയക്കുന്ന ആൾ ആരാണോ അവരുടെ സ്വന്തം പ്രൈവറ്റ് കീ ഉപയോഗിച്ചായിരിക്കും ആ ഡോക്യുമെൻറ്റിനെ സൈൻ ചെയ്യുക. സോ ദ ഹാഷ് വാല്യൂ ഓഫ് ദ മെസ്സേജ് ഈസ് എൻക്രിപ്റ്റഡ് വിത്ത് എ യൂസേഴ്സ് പ്രൈവറ്റ് കീ. ഇപ്പോൾ ഹാഷ് ഫംഗ്ഷൻ്റെ സെക്കൻഡ് ആപ്ലിക്കേഷനാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ അയക്കേണ്ട മെസ്സേജിന് ആദ്യം നമ്മൾ ഹാഷ് കമ്പ്യൂട്ട് ചെയ്യും, എന്നിട്ട് അതിനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നു യൂസിങ് ദ സെൻഡേഴ്സ് പ്രൈവറ്റ് കീ. സെൻഡറിൻ്റെ പ്രൈവറ്റ് കീ കൊണ്ട് എൻക്രിപ്റ്റ് ചെയ്യുന്നുള്ള അഡ്വാൻറ്റേജ് നമുക്ക് ഓതൻറ്റിക്കേഷൻ എൻഷുർ ചെയ്യാം, അല്ലെങ്കിൽ അയക്കുന്ന ആൾ ആരാണെന്നുള്ളത് റിസീവറിന് എൻഷുർ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് സെൻഡറിൻ്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സെൻഡറിൻ്റെ കറസ്പോണ്ടിങ് പബ്ലിക് കീ ഉപയോഗിച്ച് റിസീവറിന് അതിൻ്റെ ഇൻറ്റഗ്രിറ്റി വെരിഫൈ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഇനി തേർഡ് ആപ്ലിക്കേഷൻ ഇസ് വൺ വേ പാസ്വേഡ് ഫയൽ. അപ്പോൾ പാസ്വേഡ്സ് നമ്മൾ OSൽ ഡയറക്റ്റ്ലി പ്ലെയിൻ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതിന് പകരം നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യുന്ന മെത്തേഡിന് പാസ്വേഡിന് ഹാഷ് കമ്പ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ആ ഹാഷ് വാല്യൂ സ്റ്റോർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം യൂസർ വന്ന് ലോഗിൻ ചെയ്ത് പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ ആ എൻ്റർ ചെയ്ത പാസ്വേഡിൻ്റെ ഹാഷ് കമ്പ്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഓൾറെഡി സ്റ്റോർഡ് ആയിട്ടുള്ള ഹാഷുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇഫ് ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ലോഗിൻ പെർമിറ്റ് ചെയ്യുന്നു. സോ ദീസ് ആർ ദ 3 ആപ്ലിക്കേഷൻസ് ഓഫ് ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫംഗ്ഷൻസ്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു മെസ്സേജ് ഓതൻറ്റിക്കേഷൻ, അയച്ച മെസ്സേജ് തന്നെയാണോ റിസീവറിൽ എത്തിയെന്നുള്ളത് എൻഷുർ ചെയ്യുക. സെക്കൻഡ് വൺ ഡിജിറ്റൽ സിഗ്നേച്ചർ, സെൻഡറിൻ്റെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്യുന്നത്. പിന്നെ തേർഡ് വൺ വേ പാസ്വേഡ് ഫയൽ. ഇനി കൺസിഡറിങ് മെസ്സേജ് ഓതൻറ്റിക്കേഷൻ. അപ്പോൾ ഓതൻറ്റിക്കേഷൻ എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ അതെന്താണ് ഇൻഷുർ ചെയ്യേണ്ടത്? റിസീവറിന് കിട്ടിയ മെസ്സേജ് ഇവിടുന്ന് അയച്ചത് തന്നെയാണെന്നുള്ളതാണ് ഇൻഷുർ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് മോഡിഫിക്കേഷൻ, ഇൻസേർഷൻ, ഡിലീഷൻ, അപ്ഡേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത് മാത്രമല്ല അയച്ച ആളുടെ ഐഡൻറ്റിറ്റി വാലിഡ് ആണെന്നുള്ളത് എൻഷുർ ചെയ്യണം. അപ്പോൾ എ ബിക്ക് ഒരു മെസ്സേജ് അയച്ചു, അപ്പോൾ ആ മെസ്സേജ് അയച്ച മെസ്സേജ് തന്നെയാണ് അവിടെ കിട്ടിയെന്നുള്ളത് ഫസ്റ്റ് എൻഷുർ ചെയ്യുക. രണ്ടാമത് ഈ എ ആണ് അയച്ചതെന്ന് പറയുന്നതെങ്കിൽ ആക്ച്വലി ഇത് എ തന്നെയാണ് അയച്ചതെന്നുള്ളത് ഉറപ്പാക്കുക. അപ്പോൾ ഈ എ ആണെന്ന് പറയുന്നത് വാലിഡ് ആണോ അല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. ഈ പർപ്പോർട്ടഡ് ഐഡൻറ്റിറ്റി ഇൻ ദ സെൻസ് ക്ലെയിംഡ് ഐഡൻറ്റിറ്റി ഓഫ് ദ സെൻഡർ ഈസ് വാലിഡ്. അപ്പോൾ ആരാണോ അയച്ചതെന്ന് ക്ലെയിം ചെയ്യുന്നത് ആൾ തന്നെയാണ് അയച്ചതെന്നുള്ളത് എൻഷുർ ചെയ്യുക. നമ്മൾ ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മെസ്സേജിൽ ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു. ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആയിരിക്കും. ഇനി അത് അപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിന് നമ്മൾ പറയുന്ന പേര് ഹാഷ് വാല്യൂ അല്ലെങ്കിൽ മെസ്സേജ് ഡൈജസ്റ്റ്. ഇനി നമുക്ക് ഓതൻറ്റിക്കേഷന് വേണ്ടി ഹാഷ് ഫംഗ്ഷൻ ഏതെല്ലാം രീതിയിൽ യൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഡിഫറെൻറ്റ് സെനേറിയോസാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ. എ എന്ന് പറയുന്ന സെൻഡർ ആൻഡ് ബി ഈസ് ദ ഡെസ്റ്റിനേഷൻ. അപ്പോൾ എ എന്ന് പറഞ്ഞ സോഴ്സിൽ നിന്ന് ബി എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്കാണ് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഉപയോഗിക്കുന്ന മെത്തേഡ് ദിസ് ഈസ് ദ മെസ്സേജ്. മെസ്സേജിൽ ആദ്യം നമ്മൾ എന്താ അപ്ലൈ ചെയ്തു? നമ്മൾ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഹാഷ് വാല്യൂ ആയിരിക്കും. h(m) ദാറ്റ് ഈസ് ഹാഷ് വാല്യൂ നമുക്ക് കിട്ടി. ഈ ഹാഷ് വാല്യൂ ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ സിമ്പിൾ ഡിനോട്ട് ചെയ്യുന്ന അപ്പൻഡി. അപ്പോൾ മെസ്സേജ് അതിൻ്റെ കൂടെ എന്താ അപ്പൻഡ് ചെയ്തു? ഹാഷ് വാല്യൂ കൂടി അപ്പൻഡ് ചെയ്തു. എന്നിട്ട് അതിനെ നമ്മളൊരു സിമെട്രിക് മെത്തേഡ് ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്തു യൂസിങ് ദ കീ കെ. അപ്പോൾ ഇവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത് മെസ്സേജ് അതിൻ്റെ കൂടെ എന്താ അപ്പൻഡ് ചെയ്തിട്ടുണ്ട്? ഹാഷ് വാല്യൂ അപ്പൻഡ് ചെയ്തിട്ടുണ്ട്. അതിനെ കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുകയാണ്? എൻക്രിപ്റ്റ് ചെയ്യുന്നു യൂസിങ് ദ കീ കെ. അപ്പോൾ ഈ എൻക്രിപ്റ്റഡ് കമ്പോണൻ്റാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ റിസീവറിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെയിം സിമെട്രിക് കീ യൂസ് ചെയ്ത് ഡീക്രിപ്റ്റ് ചെയ്യാം. ദിസ് ഈസ് ദ ഡീക്രിപ്ഷൻ പ്രോസസ്. ഇവിടെ ഉപയോഗിച്ച അതേ കീ തന്നെയാണ് റിസീവർ സൈഡിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ സിമെട്രിക് കീ ഉപയോഗിച്ച് ഡീക്രിപ്റ്റ് ചെയ്തു. ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ ആൾക്ക് എന്തൊക്കെ കിട്ടും? ഈ ഒരു പോർഷൻ കിട്ടും. മെസ്സേജും അതിൻ്റെ കൂടെ എന്തുണ്ട്? HFM ഉണ്ട്. അതാണ് ഈ കാണിച്ചേക്കുന്നത്. ഇനി ഈ റിസീവ് ചെയ്ത മെസ്സേജിന് അവിടെ വീണ്ടും ഹാഷ് ഫംഗ്ഷൻ കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു HFM നമുക്ക് കിട്ടും. നമ്മളിവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത HFM മെസ്സേജിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും കമ്പയർ ചെയ്യുക. ഇനി കമ്പയർ ചെയ്യുമ്പം രണ്ട് ഹാഷും ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് മെസ്സേജ് ഈസ് ഓതൻറ്റിക്കേറ്റഡ്. അയച്ച മെസ്സേജ് തന്നെയാണ് റിസീവർ സൈഡിൽ കിട്ടിയെന്നുള്ളത് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. സോ ഇത് നമ്മളുടെ ഹാഷ് ഫംഗ്ഷൻ മെസ്സേജ് ഓതൻറ്റിക്കേഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഫസ്റ്റ് മെത്തേഡാണ് പറഞ്ഞത്. നെക്സ്റ്റ് കാണുന്നത് സെക്കൻഡ് ഓപ്ഷൻ. ഈ സെക്കൻഡ് ഓപ്ഷനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫസ്റ്റ് ഇവിടെ നമ്മൾ ഹാഷ് കമ്പ്യൂട്ട് ചെയ്തു, അപ്പൻഡ് ചെയ്തിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്തത്. ഇവിടെ എന്താ ചെയ്തേക്കെന്ന് നോക്കിയേ, ഹാഷ് കമ്പ്യൂട്ട് ചെയ്ത് അപ്പം തന്നെ ഹാഷ് വാല്യൂവിനാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മളുടെ മെസ്സേജ് അതിന് ഹാഷ് കമ്പ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് നെക്സ്റ്റ് എന്താ ചെയ്യുക? ആ ഹാഷ് വാല്യൂവിനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് മെസ്സേജിൻ്റെ കൂടെ നമ്മൾ അപ്പൻഡ് ചെയ്തു. So hash is encrypted using the key K
എന്നിട്ട് അത് നമ്മൾ എന്താ അപ്പൻഡ് ചെയ്തു, മെസ്സേജിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്തു. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്ത് പോയത് മെസ്സേജ് അങ്ങനെ തന്നെ, അതിൻ്റെ കൂടെ എന്തുണ്ട്, HFM ഡയറക്റ്റ് അല്ല, HFMനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തിട്ട് മെസ്സേജിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്ത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ നമ്മൾ മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്തിട്ടല്ല ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, മെസ്സേജ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ മെസ്സേജ് കോൺഫിഡൻഷ്യാലിറ്റി ഒരു ഇഷ്യൂ അല്ലാത്ത സിറ്റുവേഷൻസിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ മെസ്സേജിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി നമുക്ക് നിർബന്ധമില്ലാത്ത സാഹചര്യങ്ങളിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മളെ മെസ്സേജിനെ കൂടി എൻക്രിപ്റ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഓവർ ഹെഡ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഹാഷിനെ മാത്രം എൻക്രിപ്റ്റ് ചെയ്ത് മെസ്സേജിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് അല്ല അപ്പൻഡ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ റിസീവർ സൈഡിൽ കിട്ടിയത് എന്തായിരിക്കും, മെസ്സേജ് ഉണ്ട്, അതിൻ്റെ കൂടെ ഹാഷ് വാല്യൂ ഡയറക്റ്റ് അല്ല, ഹാഷ് വാല്യൂവിന് HFMനെ നമ്മൾ K എന്ന് പറഞ്ഞ സിമെട്രിക് കീ ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ റിസീവർ സൈഡിൽ എന്ത് ചെയ്യും, മെസ്സേജ് കിട്ടിയതുകൊണ്ട് അവിടെ ഹാഷ് കമ്പ്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഹാഷ് ഡയറക്റ്റ്ലി കമ്പ്യൂട്ട് ചെയ്തു യൂസിങ് ദ ഹാഷ് ഫംഗ്ഷൻ H. ഇനി ഇവിടെ കിട്ടിയേക്കുന്നത് എന്താണ്, എൻക്രിപ്റ്റഡ് ഹാഷ് വാല്യൂ ആണ് അതിൻ്റെ കൂടെ നമ്മൾ അപ്പൻഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ തിരിച്ച് ഡീക്രിപ്റ്റ് ചെയ്തെടുക്കണം. സോ ദിസ് ഈസ് ദ ഡീക്രിപ്ഷൻ പ്രോസസ് യൂസിങ് ദ കീ K. അപ്പോൾ ഇത് വെച്ച് ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഈ ഒരു കമ്പോണൻ്റാണ് അവിടെ റിസീവ് ചെയ്തത്, ഇതിൽ നമ്മൾ K ഉപയോഗിച്ച് ഡീക്രിപ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, HFM കിട്ടി. അപ്പോൾ ഈ കിട്ടിയ HFMും ഇവിടെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത HFMും കൂടി കമ്പയർ ചെയ്യുക. ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് മെസ്സേജ് ഈസ് ഓതൻറ്റിക്കേറ്റഡ്. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വണ്ണിലാണെങ്കിൽ ഹാഷ് കമ്പ്യൂട്ട് ചെയ്തു, അപ്പൻഡ് ചെയ്തു മെസ്സേജിൻ്റെ കൂടെ, എന്നിട്ട് എൻക്രിപ്റ്റ് ചെയ്ത് അയച്ചു. ഇനി സെക്കൻഡ് മെത്തേഡിലാണെങ്കിൽ നമ്മൾ ഹാഷ് കമ്പ്യൂട്ട് ചെയ്തു, ഹാഷിനെ എൻക്രിപ്റ്റ് ചെയ്തു, എന്നിട്ട് മെസ്സേജിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്ത് അയച്ചു. നെക്സ്റ്റ് വി ഹാവ് ദ തേർഡ് യൂസ്. ഇനി ഇവിടെ ആകുമ്പം നമ്മൾ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ ഒന്നും ഇതിനുള്ളിൽ ഉപയോഗിക്കുന്നില്ല. പകരം അഡീഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മളൊരു സീക്രട്ട് വാല്യൂ കൂടി യൂസ് ചെയ്യുന്നു. അതാണ് ഈ S എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ സെൻഡറും റിസീവറും ഈ സെയിം സീക്രട്ട് വാല്യൂ ഷെയർ ചെയ്യുന്നു. കീ ഒന്നും നമ്മൾ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്നില്ല, എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ഒന്നും ചെയ്യുന്നില്ല. പകരം അഡീഷണൽ ആയിട്ടൊരു സീക്രട്ട് വാല്യൂ സെൻഡറും റിസീവറും ഷെയർ ചെയ്യുന്നു. സോ ഫസ്റ്റ് നമ്മളുടെ മെസ്സേജ് എടുത്തു, അതിനെ എന്തുമായിട്ട് അപ്പൻഡ് ചെയ്തു, ഈ സീക്രട്ട് വാല്യൂ ആയിട്ട് അപ്പൻഡ് ചെയ്തു. സോ M ഇസ് അപ്പൻഡഡ് വിത്ത് S. എന്നിട്ട് അതിന് നമ്മൾ ഹാഷ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്തു. ഇനി അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, HFM അപ്പൻഡഡ് വിത്ത് S. മെസ്സേജിൻ്റെ മാത്രമല്ല, മെസ്സേജിൻ്റെ കൂടെ സീക്രട്ട് വാല്യൂ കൂടി അപ്പൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഹാഷാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തേക്കുന്നത്. ഇനി ഈ ഹാഷിനെ നമ്മൾ എന്ത് ചെയ്തു, മെസ്സേജിൻ്റെ കൂടി അപ്പൻഡ് ചെയ്തു, എന്നിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നില്ല, മെസ്സേജ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി ആവശ്യമില്ലാത്ത സിറ്റുവേഷൻസിലേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് മെസ്സേജിൻ്റെ കൂടെ നമ്മൾ സീക്രട്ട് വാല്യൂ അപ്പൻഡ് ചെയ്യുന്നു, ദെൻ അതിൻ്റെ കമ്പൈൻഡ് ആയിട്ട് ഹാഷ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അത് മെസ്സേജിൻ്റെ കൂടി അപ്പൻഡ് ചെയ്ത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പോർഷൻ പ്ലെയിൻ ആയിട്ടുള്ള മെസ്സേജ്. സെക്കൻഡ് പോർഷനിൽ എന്തുണ്ട്, നമ്മളുടെ ഹാഷ് വാല്യൂ ഉണ്ട്. എന്തിൻ്റെയാണ്, മെസ്സേജിൻ്റെ മാത്രമല്ല, മെസ്സേജ് അപ്പൻഡഡ് വിത്ത് S. അതാണ് എഴുതിയിരിക്കുന്നത്, മെസ്സേജ് അപ്പൻഡഡ് വിത്ത് Sൻ്റെ ഹാഷ് വാല്യൂ. ഇനി റിസീവർ സൈഡിൽ എന്ത് ചെയ്യും, നമുക്ക് മെസ്സേജ് കിട്ടി. അപ്പോൾ ഇവിടെ ഈ S എന്ന് പറഞ്ഞ സീക്രട്ട് വാല്യൂ സെൻഡറിൻ്റെ കയ്യിലുണ്ട്, റിസീവറിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടിയ മെസ്സേജിൻ്റെ കൂടെ ആളും S അപ്പൻഡ് ചെയ്തു. സോ M ഈസ് അപ്പൻഡഡ് വിത്ത് S. എന്നിട്ട് അതിൻ്റെ ഹാഷ് കമ്പ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കിട്ടിയ കമ്പ്യൂട്ട് ചെയ്ത ഹാഷും ഇവിടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത അവിടെ കിട്ടിയ ഹാഷും ഐഡൻറ്റിക്കലാണെന്നുള്ളത് കമ്പയർ ചെയ്ത് നോക്കുക. ഐഡൻറ്റിക്കലാണെങ്കിൽ ദാറ്റ് മീൻസ് ദ മെസ്സേജ് ഈസ് ഓതൻറ്റിക്കേറ്റഡ്. അപ്പോൾ ഇവിടെ നമ്മൾ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ ഒന്നും ഉപയോഗിച്ചില്ല, കീയുടെ കേസും വരുന്നില്ല. പകരം അഡീഷണലായിട്ട് ഇതിന് പകരം ഒരു സീക്രട്ട് വാല്യൂ രണ്ടുപേരും ഷെയർ ചെയ്യുന്നു. അപ്പോൾ മെസ്സേജിന് പ്ലെയിൻ ആയിട്ട് എൻക്രിപ്ഷനോ അല്ലെങ്കിൽ ഹാഷ് കമ്പ്യൂട്ടേഷനോ ഇടുന്നതിന് പകരം മെസ്സേജിൻ്റെ കൂടി ഈ സീക്രട്ട് വാല്യൂ കൂടി അപ്പൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി പ്രോസസ്സിങ് ചെയ്യുന്നത്. അപ്പോൾ മെസ്സേജ് കോൺഫിഡൻഷ്യാലിറ്റി ഒരു ഇഷ്യൂ അല്ലാത്ത സിറ്റുവേഷൻസിലാണ് നമുക്കിത് യൂഷ്വലി ആപ്ലിക്കബിൾ ആവുക. ഇനി നമ്മളുടെ ഫോർത്ത് മെത്തേഡ്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ ഒന്നും തേർഡ് കേസിൽ ഉണ്ടായിരുന്നില്ല. ഫോർത്തായ പാത്രമുള്ള ഡിഫറൻസ്, അതിൻ്റെ കൂടെ നമ്മൾ എൻക്രിപ്ഷൻ കൂടി ആഡ് ചെയ്തു. ഇപ്പോൾ മെസ്സേജിൻ്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ സീക്രസി അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി കൂടി എൻഷുർ ചെയ്യണം നമുക്ക് ഉറപ്പുള്ള സിറ്റുവേഷൻസിൽ ഈ പറഞ്ഞ കമ്പോണൻസ് എല്ലാം അത് എവിടെ കീപ്പ് ചെയ്യുന്നു, പ്ലസ് ആൻ എൻക്രിപ്ഷൻ ആൻഡ് ഡിക്രിപ്ഷൻ. അപ്പോൾ മെസ്സേജിൻ്റെ കൂടെ ആദ്യം സീക്രട്ട് വാല്യൂ അപ്പൻഡ് ചെയ്തു, അതിൻ്റെ ഹാഷ് കമ്പ്യൂട്ട് ചെയ്തു, എന്നിട്ട് മെസ്സേജും ഹാഷും കൂടി അപ്പൻഡ് ചെയ്തു. എന്നുവെച്ചാൽ ഈ ഒരു പോർഷൻ തന്നെയാണ് കാണിച്ചേക്കുന്നത്. ഈ ഒരു മെത്തേഡ് ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് പകരം അതിനെന്ത് ചെയ്തു, എൻക്രിപ്റ്റ് ചെയ്തു യൂസിങ് ദ കീ K. അപ്പോൾ എൻക്രിപ്ഷൻ്റെ കമ്പോണൻ്റാണ് ഈ കാണിച്ചേക്കുന്നത്. ഫസ്റ്റ് എന്താണ്, ഹാഷ് കമ്പ്യൂട്ടേഷൻ. ഹാഷ് എന്തിലാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, മെസ്സേജ് അപ്പൻഡഡ് വിത്ത് S. അതാണ് എഴുതിയിരിക്കുന്നത്. മെസ്സേജിനെ S ആയിട്ട് അപ്പൻഡ് ചെയ്തു, അല്ലെങ്കിൽ സീക്രട്ട് വാല്യൂ ആയിട്ട് അപ്പൻഡ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ ഹാഷ് കമ്പ്യൂട്ട് ചെയ്തു. ഇനി കമ്പ്യൂട്ടഡ് ഹാഷും മെസ്സേജും കൂടി അപ്പൻഡ് ചെയ്തു. ദാറ്റ് ഈസ് മെസ്സേജ് ഇസ് അപ്പൻഡഡ് വിത്ത് ദ കമ്പ്യൂട്ടഡ് ഹാഷ്. ഇതായിരുന്നു നേരത്തെ നമ്മൾ അയച്ചിരുന്നത്. അതിന് പകരം എന്ത് ചെയ്തു, അതിനെ ഒന്ന് എൻക്രിപ്റ്റ് ചെയ്യുകയാണ് ചെയ്തു യൂസിങ് ദ കീ K. സിമെട്രിക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് എൻക്രിപ്റ്റ് ചെയ്ത കമ്പോണൻറ്റ് നമുക്ക് റിസീവർ സൈഡിൽ ഡീക്രിപ്റ്റ് ചെയ്യണം യൂസിങ് ദ സെയിം സീക്രട്ട് കീ K.
അപ്പോൾ ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ ഒരു പോർഷൻ കിട്ടും. അപ്പോൾ ഇത്രയും ഈ സ്ക്വയർ ബ്രാക്കറ്റ്സിലുള്ള കമ്പോണൻസിനെയാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തത്. അപ്പോൾ ഡീക്രിപ്ഷൻ കഴിയുമ്പോഴത്തേക്കും ഇത്രയും പോർഷൻ നമുക്ക് കിട്ടും. മെസ്സേജ് കൊണ്ട് അതിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്തിട്ട് എന്തുണ്ട്? ഹാഷ് ഓഫ് മെസ്സേജ് അപ്പൻഡഡ് വിത്ത് എസ്. അപ്പോൾ ആ പോർഷൻ അവിടെയുണ്ട്. ബാക്കി നമ്മളിവിടെ ചെയ്ത അതേ പോർഷൻ തന്നെയാണ് വരിക. മെസ്സേജ് നമ്മൾ അഗെയിൻ എന്ത് ചെയ്തു? റിസീവർ സൈഡിൽ എസ് അപ്പൻഡ് ചെയ്തു, എന്നിട്ട് ഹാഷ് കമ്പ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? ഈ ഒരു പോർഷൻ കിട്ടണം നോർമലി. ഇവിടെ നമ്മൾ അപ്പൻഡ് ചെയ്ത് അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് എച്ച് ഓഫ് മെസ്സേജ് അപ്പൻഡഡ് വിത്ത് എസ്. ഇനി അവിടെ കിട്ടിയ മെസ്സേജിനും ഇതേ സാധനം കമ്പ്യൂട്ട് ചെയ്യുന്നു. ആദ്യം എസ് അപ്പൻഡ് ചെയ്തു, എന്നിട്ട് ഹാഷ് കമ്പ്യൂട്ട് ചെയ്തു. എന്നിട്ട് അത് രണ്ടും ഐഡൻറ്റിക്കൽ ആണെന്നുള്ളത് കമ്പയർ ചെയ്ത് നോക്കാം. ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ മെസ്സേജ് ഈസ് ഓതൻറ്റിക്കേറ്റഡ്. അപ്പോൾ ഇവിടെ നമ്മൾ 4 കേസാണ് നമുക്ക് ഓതൻറ്റിക്കേഷന് വേണ്ടി ഹാഷ് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞത്. ഫസ്റ്റ് വണ്ണിൽ ആദ്യം മെസ്സേജിനെ ഹാഷ് കമ്പ്യൂട്ട് ചെയ്തു, അപ്പൻഡ് ചെയ്തു, എന്നിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ട് അയച്ചു. സെക്കൻഡിലാണെങ്കിൽ മെസ്സേജിനെ ഹാഷ് കമ്പ്യൂട്ട് ചെയ്തു, എന്നിട്ട് ഹാഷ് വാല്യൂവിനെ മാത്രം എൻക്രിപ്റ്റ് ചെയ്തിട്ട് അപ്പൻഡ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് കോൺഫിഡൻഷ്യാലിറ്റി എൻഷുർ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് മെസ്സേജ് നമ്മൾ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി തേർഡ് മെത്തേഡിലും ഫോർത്ത് മെത്തേഡിലും നമ്മൾ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സീക്രട്ട് വാല്യൂ. തേർഡിൽ നമ്മൾ എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ ഒന്നും ഉപയോഗിക്കുന്നില്ല. മെസ്സേജിന് നമ്മൾ സീക്രട്ട് വാല്യൂ ആയിട്ട് അപ്പൻഡ് ചെയ്യുന്നു. ഈ സീക്രട്ട് വാല്യൂ സെൻഡറും റിസീവറും ഷെയർ ചെയ്യുന്നു. ഈ അപ്പൻഡ് ചെയ്ത മെസ്സേജ് അപ്പൻഡഡ് വിത്ത് സീക്രട്ട് വാല്യൂ ആണ് നമ്മൾ ഹാഷ് കമ്പ്യൂട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ട്. അപ്പോൾ എന്നിട്ട് അഗെയിൻ മെസ്സേജ് അപ്പൻഡഡ് വിത്ത് ദിസ് പെർട്ടിക്കുലർ ഹാഷ് എന്നിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും നമുക്ക് കോൺഫിഡൻഷ്യാലിറ്റി എൻഷുർ ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് കേസിൽ കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ സീക്രസി കൂടി പ്രിസർവ് ചെയ്യേണ്ട സിറ്റുവേഷനിൽ നമ്മൾ ഒരു എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ കൂടി അതിൻ്റെ മുകളിൽ ആഡ് ചെയ്യുന്നു. So these are the different methods like uses of cryptographic hash function to ensure message authentication. Message authenticated ആണെന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഹാഷ് ഫംഗ്ഷൻ ഈ പറഞ്ഞ 4 രീതിയിലും യൂസ് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞത് ഡിജിറ്റൽ സിഗ്നേച്ചർ ആയിരുന്നു. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചറിന് ഉപയോഗിക്കാൻ പറ്റുന്ന 2 മെത്തേഡ്സാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി ഫസ്റ്റ് വണ്ണിൽ എ എന്ന് പറയുന്ന സോഴ്സ്, ബി എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ. ഇനി മെസ്സേജിന് ആദ്യം എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഹാഷ് കമ്പ്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് സെൻഡർ ആരാണോ ആരുടെ പ്രൈവറ്റ് കീ ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക ഫോർ സൈനിങ് ദ ഡോക്യുമെൻറ്റ്. അപ്പോൾ അയക്കുന്ന മെസ്സേജിനെ ഇലക്ട്രോണിക്കലി സൈൻ ചെയ്യാൻ വേണ്ടി സെൻഡർ ആരാണോ സെൻഡറിൻ്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് മെസ്സേജ് എടുത്തു, അതിൻ്റെ ഹാഷ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ഹാഷിനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തു യൂസിങ് ദ പ്രൈവറ്റ് കീ ഓഫ് എ. അയക്കുന്ന ആൾ എ ആണ്. സോ എയുടെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചായിരിക്കും നമ്മൾ സൈൻ ചെയ്യുന്നു. അപ്പോൾ ഹാഷിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു യൂസിങ് ദ പ്രൈവറ്റ് കീ ഓഫ് എ, എന്നിട്ട് മെസ്സേജിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്തു. അപ്പോൾ പോകുന്ന കമ്പോണൻ്റ് എന്താണ്? ഫസ്റ്റ് മെസ്സേജ് ഉണ്ട്, അതിൻ്റെ കൂടെയുള്ള പോർഷനോ ഒരു എൻക്രിപ്റ്റഡ് കമ്പോണൻ്റ് ആണ്. അപ്പോൾ എൻക്രിപ്ഷൻ എന്തിനാണ് ചെയ്തേക്കുന്നത്? എച്ച് ഓഫ് എം കമ്പ്യൂട്ട് ചെയ്തിട്ട് അതിനെയാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തേക്കുന്നത്. സോ എച്ച് ഓഫ് എം എൻക്രിപ്റ്റഡ് യൂസിങ് ദ പ്രൈവറ്റ് കീ ഓഫ് എ. അപ്പോൾ അതാണ് ഈ ഒരു പോർഷൻ. ഈ ഫസ്റ്റ് പോർഷൻ മെസ്സേജ് തന്നെ. ഇനി ഡെസ്റ്റിനേഷൻ സൈഡിൽ അല്ലെങ്കിൽ റിസീവർ സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ ഹാഷാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം കിട്ടിയ മെസ്സേജിൻ്റെ ഹാഷ് കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഹാഷ് വാല്യൂ കിട്ടി. ഇനി ഈ ഹാഷ് നമുക്ക് റിക്കവർ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം ചെയ്യേണ്ടത്? ഈ ഹാഷ് പ്ലെയിൻ ആയിട്ടല്ല ഇതിലൂടെ നമ്മൾ അപ്പൻഡ് ചെയ്തത്, പകരം എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് അപ്പൻഡ് ചെയ്തത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡീക്രിപ്റ്റ് ചെയ്യണം. സോ ഡീക്രിപ്റ്റ് യൂസിങ് ദ പബ്ലിക് കീ ഓഫ് എ, അതാണ് PUA. അപ്പോൾ എയുടെ പ്രൈവറ്റ് കീ ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്ത് അയച്ചതായതുകൊണ്ട് എയുടെ പബ്ലിക് കീ ഉപയോഗിച്ച് തന്നെ ഡീക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ ഡീക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു എച്ച് ഓഫ് എം കിട്ടി. ഇനി കിട്ടിയ മെസ്സേജ് നമ്മൾ ഹാഷ് കമ്പ്യൂട്ട് ചെയ്തു, അവിടെയും നമുക്കൊരു എച്ച് ഓഫ് എം കിട്ടി. ഈ 2 വാല്യൂസും കമ്പയർ ചെയ്ത് നോക്കുക ടു എൻഷുർ ദാറ്റ് ദ സെൻഡർ അയച്ച മെസ്സേജ് തന്നെയാണ് റിസീവറിൽ എത്തിയെന്നുള്ളത് വെരിഫൈ ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സ് അവിടെ തന്നെ ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ അഡീഷണലായിട്ട് ഒരു സിമെട്രിക് എൻക്രിപ്ഷൻ കൂടി അപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ ഈ കേസിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തതിൻ്റെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മെസ്സേജ് എൻക്രിപ്റ്റഡ് അല്ല, പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ട്രാൻസ്മിറ്റ് ചെയ്തത്. പക്ഷേ നമ്മൾ മെസ്സേജിൻ്റെ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത ഹാഷ് വാല്യൂ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അയച്ചത്, അല്ലെങ്കിൽ സൈൻ ചെയ്തിട്ടാണ് അയച്ചത്. ഇനി ഇതിൻ്റെ കൂടെ എൻറ്റയർ മെസ്സേജിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി കൂടി നമുക്ക് എൻഷുർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ എൻറ്റയർ കമ്പോണൻറ്റിനെ നമ്മൾ ഒന്നുകൂടി എൻക്രിപ്റ്റ് ചെയ്യുക യൂസിങ് ദ കീ കെ. അപ്പോൾ മെസ്സേജ് ഫസ്റ്റ് നമ്മൾ ഹാഷ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്തു, എന്നിട്ട് അതിനെ എൻക്രിപ്റ്റ് ചെയ്തു. ഈ ഫസ്റ്റ് ഫിഗറിലുണ്ടായിരുന്ന അതേ പ്രോസസ്സുകളെല്ലാം ചെയ്യുന്നു. ഹാഷ് കമ്പ്യൂട്ട് ചെയ്തു, അതിനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നു യൂസിങ് ദ പ്രൈവറ്റ് കീ ഓഫ് എയുടെ പ്രൈവറ്റ് കീ ഉപയോഗിച്ച് നമ്മൾ അതിനെ എൻക്രിപ്റ്റ് ചെയ്തു, എന്നിട്ട് മെസ്സേജിൻ്റെ കൂടെ നമ്മൾ അപ്പൻഡ് ചെയ്തു. അപ്പോൾ നേരത്തെ കേസിലാണ് നമ്മൾ നേരെ അത് ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്തത്. മെസ്സേജും എൻക്രിപ്റ്റഡ് ഹാഷും കൂടി ഡയറക്റ്റ്ലി ട്രാൻസ്മിറ്റ് ചെയ്യായിരുന്നു. അതിന് പകരം ഈ എൻറ്റയർ കമ്പോണൻറ്റ് നമ്മൾ ഒന്നുകൂടി എൻക്രിപ്റ്റ് ചെയ്യുന്നു യൂസിങ് സം സിമെട്രിക് മെത്തേഡ്. അതാണ് ഈ എൻക്രിപ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത്. സിമെട്രിക് എൻക്രിപ്ഷനാണ് യൂസിങ് ദ കീ കെ. അപ്പോൾ എന്താ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നോക്കിയേ. ഫസ്റ്റ് നമ്മൾ ഹാഷ് ഓഫ്
എം കമ്പ്യൂട്ട് ചെയ്തു. അതാണ് ഈ ഒരു പോർഷൻ. അത് കഴിഞ്ഞിട്ട് അതിൽ നമ്മളെ എൻക്രിപ്റ്റ് ചെയ്തു യൂസിങ് ദ പ്രൈവറ്റ് കീ ഓഫ് എ. അപ്പോൾ ഇത്രയും പോർഷനിലിപ്പോൾ എന്തായി, ഹാഷ് കമ്പ്യൂട്ട് ചെയ്തു, സൈൻ ചെയ്തു യൂസിങ് ദ പ്രൈവറ്റ് കീ ഓഫ് ദ സെൻഡർ. ഇനി അതിൻ്റെ കൂടെ മെസ്സേജ് അപ്പൻഡ് ചെയ്തു. മെസ്സേജ് അപ്പൻഡ് ചെയ്ത് നേരെ ഈ സ്ക്വയർ ബ്രാക്കറ്റിലുള്ള കമ്പോണൻസ് ആണ് നമ്മളിവിടെ നേരത്തെ ട്രാൻസ്മിറ്റ് ചെയ്തത്. ഇനി ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു, അത് അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് പകരം അതിനെ ഒന്നുകൂടി എൻക്രിപ്റ്റ് ചെയ്ത് യൂസിങ് ദ സീക്രട്ട് കീ കെ. ഇനി റിസീവർ സൈഡിൽ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് എൻക്രിപ്റ്റ് ചെയ്താണ് അയച്ചേക്കുന്നത്, അവിടെ നമ്മളതിനെ ഡിക്രിപ്റ്റ് ചെയ്യണം യൂസിങ് ദ സെയിം കീ കെ. ഡീക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടും, ഇത്രയും കമ്പോണൻസ് കിട്ടും. അതായത് ഈ ഒരു പോർഷൻ മെസ്സേജ് അപ്പൻഡഡ് വിത്ത് ദ എൻക്രിപ്റ്റഡ് ഹാഷ് വാല്യൂ, അതാണ് ഇവിടെയും റിസീവ് ചെയ്തേക്കുന്നത്. ഈ ബാക്കി സെയിം തന്നെ. മെസ്സേജ് കിട്ടിയാൽ നമുക്ക് അതിന് അവിടെ ഹാഷ് കമ്പ്യൂട്ട് ചെയ്യാം. പിന്നെ മെസ്സേജിൻ്റെ കൂടെ നമ്മൾ അപ്പൻഡ് ചെയ്തിട്ടുള്ളത് എൻക്രിപ്റ്റഡ് ഹാഷാണ്. എയുടെ പ്രൈവറ്റ് കീ അല്ലെങ്കിൽ സെൻഡറിൻ്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്ത ഹാഷാണ് അതിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്തേക്കുന്നത്. അതിനവിടെ എന്ത് ചെയ്യണം, എൻക്രിപ്റ്റഡ് ആയതുകൊണ്ട് അതിനെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കണം. സോ ദാറ്റ് ഈസ് എയുടെ പ്രൈവറ്റ് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്തു, അതുകൊണ്ട് എയുടെ പബ്ലിക് കീ ഉപയോഗിച്ച് അതിനെ ഡീക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു HFM കിട്ടി, ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് പോയ HFM. അതിന് അവിടെ കിട്ടിയ മെസ്സേജ് നമ്മൾ ഹാഷ് കമ്പ്യൂട്ട് ചെയ്തു. ഈ ആ HFM ഈ HFM കൂടി കമ്പയർ ചെയ്യുക. ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ മെസ്സേജ് ഈസ് ഒതൻറ്റിക്കേറ്റഡ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫങ്ഷൻസിന് ഏതെല്ലാം രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് 3 ആപ്ലിക്കേഷൻസ് ആയിരുന്നു. ഫസ്റ്റ് വൺ മെസ്സേജ് ഓതൻറ്റിക്കേഷന്, സെക്കൻഡ് ഡിജിറ്റൽ സിഗ്നേച്ചറിന് വേണ്ടി, തേർഡ് വൺ ഫോർ സ്റ്റോറിങ് പാസ്വേഡ്സ്. So that's all of cryptographic hash functions.